നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ. പെൻഷൻ ഒരു മാസവും മുടങ്ങില്ലെന്നും ഓണക്കിറ്റ് വിതരണം മുടങ്ങിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിന് 18.16 ഏക്കർ ഭൂമി നൽകാനും മന്ത്രിസഭാ തീരുമാനം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വ്യാപാര വ്യവസായ ലോകത്തേക്കുള്ള വാതിൽ തുറന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുറമുഖം വഴിയുള്ള സമ്പൂർണ്ണ ചരക്ക് കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന സമരത്തിലുണ്ടായ സംഘർഷം അന്വേഷിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീം കോടതി. മുൻ സുപ്രീം കോടതി ജഡ്ജിയും വിരമിച്ച DGPയും ഉൾപ്പെടുന്നതായിരിക്കും സമിതി. ഡൽഹിയിൽ CJP സമരത്തിൽ അമിത ബലപ്രയോഗം നടത്തിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ് സുപ്രീം കോടതി. കോതമംഗലം MA കോളേജിലെ വിദ്യാർത്ഥി സമരം പിൻവലിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചു. HODയെ മാറ്റുമെന്ന് ഉറപ്പു നൽകിയതായി വിദ്യാർത്ഥികൾ അറിയിച്ചു. കോൺഗ്രസ് വീണ്ടും വന്ദേ മാതരത്തെ അപമാനിച്ചതായി BJP. ഗോവയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ സാന്നിധ്യത്തിൽ വന്ദേ മാതരം പകുതി മാത്രമാണ് പാടിയതെന്നും ലീഗിന്റെ സമ്മർദ്ദമാകാം കാരണമെന്നും BJP നേതാവ് രവിശങ്കർ പ്രസാദ്. ഗാന്ധിയും നെഹ്റുവും ആലപിച്ച ഭാഗമാണ് കോൺഗ്രസ് പിന്തുടരുന്നതെന്നും അത് കുറ്റമാണെങ്കിൽ കേസ് കൊടുക്കട്ടെയെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ. നിയമസഭാ കയ്യാങ്കളി കേസിൽ CPMന് തിരിച്ചടി. വനിതാ MLAമാർ ആയിരുന്നവരെ കയ്യേറ്റം ചെയ്തെന്ന കേസ് റദ്ദാക്കി. സ്ത്രീത്വത്തെ അപമാനിക്കലടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് കോടതി. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ സ്പിന്നർ മുഹമ്മദ് അജ്മൽ, ബാഡ്മിന്റൺ താരം ട്രീസ ജോളി എന്നിവർ ഉൾപ്പെടെ 17 പേർക്ക് അർജുന, ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് ആരും അർഹരായില്ല. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നടത്തിയ ED റെയ്ഡ് പുകമറ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. റെയ്ഡ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്നും പാർട്ടി നേതാക്കളെ സംശയമുനയിൽ നിർത്താനാണെന്നും രാഷ്ട്രീയമായി എതിർക്കുമെന്നും MV ഗോവിന്ദൻ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.